ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് ശരിയാകത്തില്ല. വേറെ കാണിച്ചു തരാം. ചെമ്പിന്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു. ആസ് എ ഷെഫ് എന്റെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ അടുത്ത് ഞാൻ 2 ദിവസം മുമ്പേ ഒരു ഷോർട്സിൽ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും അത് ഒത്തിരി പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് ഓടി വന്ന് ബിരിയാണി കഴിച്ചു. അല്ലെങ്കിൽ എനിക്ക് ബിരിയാണി കഴിക്കാൻ തോന്നി അന്നത്തെ ദിവസം. അതുകൊണ്ട് ഞാൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ അതൊരു വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു, ഒരു കുഞ്ഞു ഷോർട്സ് വ്ളോഗ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, അതിൻ്റെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. അത് ശരിക്കും എൻ്റെ ഫ്രണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, കോളേജിലെ ബെസ്റ്റ് ഫ്രണ്ട് അമൃത അമ്മുച്ചി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അവരുടെ കണ്ണൂർ സ്റ്റൈലിൽ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞാനിത് ഉണ്ടാക്കി ഞാനിത് എക്സ്പീരിയൻസ്ഡ് ആയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഒന്നും കാണാതെ അങ്ങനെ ഒന്നും നോക്കാണ്ട് പണ്ടൊക്കെ അവൾ അയച്ച വോയിസ് മെസ്സേജും അളവൊക്കെ കറക്റ്റ് നോക്കിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ഭയങ്കര പക്കയായി. ഹിയർ ഐ ആം വിത്ത് ബിരിയാണി റെസിപ്പി ടുഡേ. ഒത്തിരി പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിച്ചു ബിരിയാണി വെച്ചുതരാമെന്ന് ചോദിച്ചു. ഫുൾ ടയർഡാണ്, നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലായി. ഞാൻ ഷൂട്ടിന് പോയിട്ട് വന്നേക്കാണ്. അപ്പം ഞാൻ പക്ഷേ ഫുൾ ഓണായി. ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ അതിൻ്റെ റെസിപ്പി പറയുന്നുള്ള വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോ കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി. കറക്റ്റ് കണ്ണൂർ സ്റ്റൈലാണെന്ന് അറിഞ്ഞൂടാ, അവൾ എന്നെ പഠിപ്പിച്ച ബിരിയാണി. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മൾ ചിക്കൻ വാങ്ങാൻ വന്നേക്കാണ്. ഞാൻ ശരിക്കും നാളെ ഒരു ഷൂട്ടിന് വേണ്ടി വന്നതാണ്, പക്ഷേ ഷൂട്ട് ക്യാൻസലായി. അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കാമെന്നുള്ള, എന്തായാലും നിങ്ങൾക്ക് റെസിപ്പി ഇടണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒത്തിരി ഓഡിയൻസ് ഉണ്ട് എൻ്റെ ബിരിയാണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെയൊക്കെ റിയൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ സവാള വാങ്ങി 1.5 കിലോ സവാള വാങ്ങി. ശരിക്കും എനിക്ക് 1.5 കിലോയുടെ ആവശ്യമില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ വാങ്ങി. നമ്മൾ അരി വാങ്ങാൻ വേണ്ടി വന്നേക്കാണ്. ജീരകശാല അരിയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ സൈഡിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡേറ്റ്സിൻ്റെ പിക്കിളും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബിരിയാണി മസാല എടുത്തോ. എടുത്തോ ഗൈസ്, ഞാനൊരു ചോക്കി വാങ്ങി. നിങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പം ചോക്കി കഴിച്ചിട്ടുണ്ടോ? എൻ്റെ സ്ഥിരമായിരുന്നു. നമ്മൾ സ്കൂപ്പ് സോയിൽ വന്നിരിക്കുകയാണ്. ഇന്നലെ കഴിച്ചതാണോ കഴിയുന്നത്? ചേച്ചി ചെയ്ത് കഴിക്കുന്ന എന്നോട് എല്ലാവരും ക്ഷമിക്കണം, എൻ്റെ മൈക്ക് ഓൺ ആയിരുന്നില്ല. ആ ഒരു ട്രാജഡി ശരിക്കും മനസ്സിലാക്കിയത് ഈ വീഡിയോ എല്ലായിടത്തും കഴിഞ്ഞതിന് ശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫൺ സെക്ഷനായിരുന്നു ഈ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും പേര്, ഈ 9 പേരും ഒരുമിച്ച് നിന്ന് കുക്ക് ചെയ്യുന്നത് ഭയങ്കര രസമായിട്ടുള്ള കാര്യമായിരുന്നു, നല്ല ഫണ്ണായിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉള്ളിയുടെ അളവാണ്. ഉള്ളി ഞാൻ 5 ഉള്ളി, വലിയ സൈസിലെ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇവർ നദിച്ചേച്ചിയുടെ മക്കളാണ് കേട്ടോ 2 പേരും. അവർ ഫുള്ളി എന്നെ ഹെൽപ്പ് ചെയ്ത് എല്ലാ കാര്യങ്ങളും, ക്ലീനിങ്ങും കട്ടിങ്ങും എല്ലാം ഇവർ 2 പേരാണ് ചെയ്തത്. എനിക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം അന്ന് ഞാൻ ഉണ്ടാക്കിയ വീഡിയോയിൽ ഫുള്ള് ഞാനാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വീട്ടിൽ ആരും ഇല്ലെന്നൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുണ്ട്, ഞാനുണ്ട്. അമ്മ സ്കൂളിൽ പോയി. പക്ഷേ ഞാൻ രാവിലെ അമ്മ പോയതിനൊക്കെ ശേഷമാണ്, വളരെ പതുക്കെയാണ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ ഓടി വന്നിട്ട് ഫുഡ് കഴിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷേ നല്ല ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു. അമ്മ വരാമെന്നൊക്കെ പറഞ്ഞു. അമ്മ പിന്നെ വൈകിട്ടായി വന്നപ്പോൾ, ബട്ട് അമ്മ തിന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഈ വീഡിയോ എല്ലാം സത്യം പറഞ്ഞാൽ എനിക്ക് വലിയൊരു നഷ്ടമാണ് ഇതിൻ്റെ വോയിസ് ഇല്ലാത്തത്. ഞാൻ കണ്ണിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ സവാള അരിയുന്നതാണ്. ഇതാണ് നമ്മുടെ
നാദി ചേച്ചി. അപ്പോൾ നാദി ചേച്ചി മുളകിൻ്റെ അളവൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത്. മുളക് ഞാനൊരു കൈപ്പിടി മുളകാണ് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര എരിയാവുമെന്ന്, ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്. ശരിക്കും ഞാൻ മുളകിടുന്ന കണ്ട് ഇവരെല്ലാം ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. പക്ഷേ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവൾ ഈ അളവ് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ മുളക് ഇത്രയും ഇട്ടാൽ എരിയത്തില്ലേ. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, നമ്മൾ കറക്റ്റിന് ഒരു പിടി മുളക് ഇടുവാണെങ്കിൽ ഒരിക്കലും എരിയത്തില്ല. പിന്നെ നമ്മൾ മൊത്തം കൂടി എടുത്തങ്ങ് ഇടരുത്. അത് ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണ് ഇടേണ്ടതെന്നുള്ളത്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇത് നാദി ചേച്ചിയുടെ മൂത്ത പുത്രനാണ്. അവനാണ് സവാള അരിയുന്നത്. അവൻ ഭയങ്കര സ്പീഡായിട്ടാണ് അരിയുന്നത്. ഇവരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ക്ഷീണവും ഫീൽ ചെയ്തില്ല. എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാനും കട്ട് ചെയ്യാനും അരയ്ക്കാനും എല്ലാത്തിനും ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ തന്നെ ഭയങ്കര കിടിലമായിട്ടാണ് ചേച്ചി റേസ് ചെയ്തേക്കുന്നത്. അവർക്ക് ഇങ്ങനത്തെ മെയിലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരും അടുക്കളയിൽ കയറും, എല്ലാവരും ഇവിടുത്തെ ജോലി ക്ലീനിങ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഇവിടെ എല്ലാവരുമാണ്. ആണുങ്ങൾ മാത്രം ചെയ്യുന്നതല്ല, എല്ലാവരും അവർ ഈക്വലായിട്ടാണ് ഈ വീട്ടിൽ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വീട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇത്രയും പിള്ളേരുണ്ട്, ഇത്രയും ആൾക്കാരുണ്ട്, നല്ല രസമാണ്. എൻ്റെ ഫാമിലി എല്ലാവരും ഓൾമോസ്റ്റ് പുറത്തായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂട്ടുകുടുംബത്തിലോട്ടൊക്കെ ചെല്ലാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ആദ്യം നമ്മൾ ചെയ്തത് കുറച്ച് നെയ്യും അതിൽ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് സവാള ഫ്രൈ ചെയ്തെടുക്കാനാണ്. അത് ഗാർണിഷും ചെയ്യും, പിന്നെ ഞാനിത് മസാലയിലും ആഡ് ചെയ്യും, അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇട്ടത് കൂടിപ്പോയത് കൊണ്ട് ഇപ്പോൾ ചേട്ടൻ ഇത് ഷെഫാണ് കേട്ടോ, നസീബിക്ക ഇവരുടെ ഫാമിലി ഫ്രണ്ടാണ്. നസീബിക്ക ഷെഫാണ്. അപ്പോൾ നസീബിക്കയും എന്നെ കൂട്ടിന് ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ഗീ ഒഴിക്കേണ്ട എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. നമുക്ക് ഗീൻ്റെ യൂസേജ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ പിന്നെ എനിക്ക് നസീബിക്ക കുറച്ച് ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് റീലിൻ്റെയൊക്കെ എടുക്കാൻ നേരത്തെ ഈ പിള്ളേരുടെ കൂടിയാൽ ഞാൻ ഭയങ്കര അലമ്പാണ് കേട്ടോ. ഈ പിള്ളേർ കളി എന്നൊക്കെ പറയത്തില്ലേ, ഇവന്മാരാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് ഓരോ തമാശയും നമ്മൾ പിന്നെ റീലും ഒക്കെ എടുക്കും. അപ്പോഴേക്ക് ചിന്നു ചേച്ചി നാദി ചേച്ചിയുടെ സിസ്റ്ററാണ്. ചേച്ചി വിളിച്ച് പിന്നെ ഇവിടുത്തെ കുക്കിംഗ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു. നമ്മളെല്ലാവരും കൂടെ സംസാരിച്ചു. അങ്ങനെ ഫ്രൈ ചെയ്തൊരു 4 സെറ്റ് ഫ്രൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നട്ട്സും അതേപോലെ മുന്തിരിയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇത് നസീബിക്കയുടെ വൈഫാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും എപ്പോഴും ഈ വീട്ടിൽ ഒരുമിച്ചായിരിക്കും. സോ ഇവർ പുതുതായിട്ട് വാങ്ങിയ ബിരിയാണി ചെമ്പ് ഞാനാണ് ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം ഈ ഫ്രൈ ചെയ്ത ഓയിലും ഗീയും കൂടെ മിക്സ് ചെയ്ത സാധനം കുറച്ച് ഗീയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത ശേഷം ഈ കുക്കിംഗ് നടക്കുമ്പോഴേക്കും തന്നെ ഭയങ്കര കോമഡിയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സവാളയിൽ കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് അല്ല ശരിക്കും അതൊന്ന് ചതച്ച് വേണം ഇടാൻ. പേസ്റ്റ് ആയിപ്പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മാറിപ്പോകണമെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്യുക. അത് മൊത്തം ആഡ് ചെയ്ത് നമ്മൾ അരച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരു 1/4 ഭാഗം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തക്കാളി ഇടുക. തൈര് ഞാൻ 3 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചത്. പിന്നെ ഒരു 1/2 നാരങ്ങ. സോറി ഗൈസ്, നമ്മളിപ്പോൾ 1.5 കിലോ ചിക്കനും 1.5 കിലോ റൈസുമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവിലാണ് എല്ലാം വെക്കുന്നത് കേട്ടോ. എല്ലാം ആ ഒരു ഗ്രേവിയുടെ ക്വാണ്ടിറ്റിനനുസരിച്ചാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. എനിക്ക് ആ ഒരു സവാളയും തക്കാളിയും വരുമ്പോൾ തന്നെ ആ ഒരു ഗ്രേവി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞിട്ട് പുതിനയും മല്ലിയിലയും കൂടെ ചെറുതായിട്ട് കുനുകുന അരിഞ്ഞ്, അല്ലെ പേസ്റ്റായിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇടാം, പക്ഷേ കുനുകുന അരിയുന്നതായിരിക്കും ടേസ്റ്റ്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പിന്നെ ബിരിയാണി മസാലയുമാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാനിതിൽ മുളക് പൊടി ചേർക്കത്തില്ല. ഓക്കെ, അതും ഈ ഒരു ഗ്രേവിയുടെ അനുസരിച്ച് നമ്മളൊരു ഉദ്ദേശ അളവിലാണ് ഞാനിടുന്നത്. പിന്നെ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക, ഉപ്പിടുക ആവശ്യത്തിന്. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് അടച്ചു വെച്ച് പതുക്കെ സ്ലോ ഫ്ലെയിമിലോ ആദ്യം കുറച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ചൊരു ഇതാവുമ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഉടയാതെ തന്നെ നോക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിയുടെ പരിപാടി തുടങ്ങി. ശരിക്കും ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ചിക്കൻ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങ് അരി സെറ്റാക്കുന്നതാണ്. ഇവിടെ പിന്നെ നമുക്ക് ഇത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് പെട്ടെന്ന് എല്ലാം റെഡിയാവും എന്നുള്ള കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ലാസ്റ്റാണ് അരി. ശരിക്കും മൈക്കിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗൈസ്, നമ്മളിനി അരി സെറ്റാക്കാൻ പോകണം. ശരിക്കും അരി മുന്നേ ചെയ്യണം. ഇവിടെ ഈ എല്ലാത്തിൻ്റെയും ബഹളം കാരണം കുറച്ച് നെയ്യ് ഒഴിക്കുക. ആദ്യം ഇത്രയും നെയ്യൊന്നും ഒഴിക്കണ്ട, ഫാറ്റാണ്. ബാക്കി അങ്ങ് തിന്നാം. കുറച്ച് എടാ ഉണങ്ങാത്ത ഇല എവിടെയാ? കരിഞ്ഞു പോകുന്നു. തീ കുറച്ച് പേടിക്കണം. ഓ
ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ബേ ലീഫ് എല്ലാം തന്നെ ആഡ് ചെയ്യുക. വെള്ളത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് മുന്നേ നിൽക്കണം, എന്നാലേ റൈസ് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഈ ബിരിയാണിയുടെ കൂടെ തന്നെ കഴിക്കേണ്ട ഒരു സാധനമാണ് പുതിനയില ചമ്മന്തി. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഇന്നലെ ഇട്ട പോസ്റ്റിൻ്റെ റീലിൻ്റെ എഡിറ്റ് ചെയ്ത് എനിക്ക് എഡിറ്റർ അയച്ചു തന്നപ്പോൾ ഞാൻ കുറേ നേരം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഞാനിവിടെ എടുത്തേക്കുന്ന റൈസ് എന്ന് പറയുന്നത് ജീരകശാല റൈസാണ്. അപ്പോൾ ഈ ഒരു റൈസ് യൂസ് ചെയ്യുമ്പോഴാണ് ശരിക്കും കണ്ണൂർ സ്റ്റൈൽ അല്ലെങ്കിൽ കോഴിക്കോട് സ്റ്റൈൽ ബിരിയാണിയുടെ ആ സെയിം ടേസ്റ്റ് കിട്ടുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കാൽക്കുലേഷനാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോഴത്തേക്കും തന്നെ അരി ഒരു 80% വേവാവും. അത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് വേവിക്കുമ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ് സെറ്റാവും. ഈ സെറ്റിംഗ് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ എല്ലാ ലെയറിലും ഫ്രൈഡ് ഓണിയനും എല്ലാം ആഡ് ചെയ്യും. ഇവരൊക്കെ മുകളിൽ മാത്രമേ ഗാർണിഷ് ചെയ്യുള്ളൂ. ഞാൻ എല്ലാ ലെയറിലും ആഡ് ചെയ്യും. അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുമ്പോഴത്തേക്കും തന്നെ നമുക്ക് എല്ലാ ഒരു ലെയറിലും ആ ഒരു ഫുൾ സാധനങ്ങൾ എത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മൾ ചെമ്പ് തുറന്നപ്പോൾ തന്നെ നല്ല മണമായിരുന്നു. ഇവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മുളക് കണ്ടപ്പോഴേ ഇവരെല്ലാവരും നല്ല ടെൻഷനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, ഇത്രയും മുളക് വേണോ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആ മുളകിൻ്റെ ഇത് ആദ്യം 1/4 ഭാഗം നമ്മൾ ഗ്രേവിയിൽ മസാലയിലും ഇട്ട് ബാക്കി 1/4 ഭാഗത്തിൻ്റെ പകുതി റൈസിൻ്റെ പ്രിപ്പറേഷനിലും എടുത്ത് ബാക്കി പകുതി പുതിനയില ചട്നി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുവാണെങ്കിൽ കറക്റ്റായിട്ട് ഇത് തികയും. അപ്പോൾ ബിരിയാണിയായിട്ട് ഞാൻ വരികയാണ്. കട്ട് ചെയ്തത് നസീബിക്കയാണ്, പക്ഷെ വരുന്ന കണ്ടാൽ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വന്നതാണ് പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇതിൽ മഞ്ഞപ്പൊടിയൊന്നും ഗാർണിഷ് ചെയ്തപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ മസാലയിൽ മഞ്ഞപ്പൊടി യൂസ് ചെയ്തത് കാരണം എനിക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഇതിൽ ഇനി എക്സ്ട്രാ റൈസിൽ ഇനി ഇടണ്ട, കാരണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല കളർ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. സോ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുതിനയില ചമ്മന്തി പിന്നെ ഡേറ്റ്സിൻ്റെ അച്ചാറാണ്. ഞാൻ ഡേറ്റ്സിൻ്റെ അച്ചാർ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ റൈസ് വാങ്ങാൻ പോയപ്പോഴത്തേക്ക് അതും കൂടെ മേടിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ പ്ലേറ്റൊക്കെ എടുത്തോണ്ട് ഇവർക്ക് വിശന്നിട്ട് സമയം ശരിക്കും 12 മണി ഏതാണ്ട് കഴിഞ്ഞായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല. ആദ്യം ഉപ്പ് നോക്കിയ ആളാണ്. അതെ, ഉപ്പ് നോക്കി കൊള്ളായിരുന്നു. നീ കഴിച്ചിട്ട് പറയാം. ആസ് എ ഷെഫ് എൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, മടുക്കൂല സത്യം പറഞ്ഞു. നമ്മൾ സാറിന് എവിടെ പോയി കഴിച്ചാലും അത് നമ്മളൊരു കുറച്ച് പകുതിയൊക്കെ ആകുമ്പോഴേക്കും ഓയിലിൽ കൂടുതൽ വന്നിട്ട് നമുക്കത് പെട്ടെന്ന് മടുക്കും ആ ഫുഡ്. ഇത് പക്ഷേ അങ്ങനെ മടുപ്പില്ല. ഞാൻ തന്നെ 2 പ്ലേറ്റ് ചുമ്മാ പറയണമല്ല, സീരിയസ് ആയിട്ട് 2 പ്ലേറ്റ് കൂടി ഞാൻ കഴിച്ചു. ഇതുവരെ സന്തോഷം. അതിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ അല്ല, ഇവിടെ ഇവിടെ നല്ല കിട്ടുന്ന ഫുഡാണ്, നല്ല ഇഷ്ടപ്പെട്ടു. ഫ്ലേവർ ആണെങ്കിൽ കറക്റ്റായിരുന്നു. എല്ലാവർക്കും കഴിക്കാൻ പറ്റും, കൊച്ചുങ്ങൾക്ക് എല്ലാം കഴിക്കാൻ പറ്റും. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതിങ്ങനെയൊന്നും പറഞ്ഞിട്ട് ശരിയാകത്തില്ല, വേറെ കാണിച്ചു തരാം. ചെമ്പിന്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു. കണ്ടോ, കാലിയായിട്ടുണ്ട്. ഇതാ ഇത്ര ഉണ്ടായിരുന്നു, ഇപ്പം ഇനി ഇത്രേ ഉള്ളു ബാക്കി. ഇതാണ് നമ്മുടെ കീർത്തന ചേച്ചിയുടെ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പം ആ അവസ്ഥയായി ഇപ്പൊ കൊടുക്കാനില്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ